ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ഉണക്കച്ചെമ്മീൻ റെസിപ്പിയാണ്. നല്ല എളുപ്പത്തിൽ വെറും 4 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണിത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെമ്മീൻ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ചെമ്മീൻ നല്ലതായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ അത് ആ ചെമ്മീൻ വറുത്തെടുക്കുമ്പോൾ ഇതുപോലെ നല്ല പൊടിയണ പാകത്തിന് വേണം ചെമ്മീൻ വറുത്തെടുക്കാനായിട്ട്. പിന്നെ വേണ്ട സാധനമാണ് ചുവന്നുള്ളി അരിഞ്ഞത്. ഞാൻ ഈ എടുത്തേക്കണ ചുവന്നുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ചുവന്നുള്ളിയാണ്. ഈ പാകത്തിനുള്ള ചുവന്നുള്ളിയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഒരു വലിയ ചുവന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടതാണ് കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ. ഇനി നമുക്ക് ചെമ്മീൻ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം കേട്ടോ. ചെമ്മീൻ ആദ്യം തന്നെ നമ്മൾ ഒരു പാനിലിട്ടിട്ട് അതിനെ നന്നായിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് പാനിലിട്ട് വറക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർ ഫ്രയർ ആണെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ എണ്ണ ഒട്ടും ഇടരുത് കേട്ടോ. എണ്ണ ഇല്ലാതെ ചുമ്മാ ഇങ്ങനെ ഇതിനെ വറുത്തെടുക്കണം. പിന്നെ ചെമ്മീൻ ചമ്മന്തിക്ക് നമ്മൾ എപ്പോഴും ചെമ്മീൻ വറക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ചെമ്മീൻ വറക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചെമ്മീൻ കരിഞ്ഞു പോയാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരുവേ. അപ്പം ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടിട്ട് കൈ കൊണ്ടാണ് ഞാൻ ഈ ചെമ്മീൻ ചമ്മന്തി മിക്സ് ചെയ്യണത്. അതിനൊരു കാരണമുണ്ട്. ഈ ചെമ്മീനും ഈ ഉള്ളിയും മുളകും എല്ലാം കൂടെ നന്നായിട്ട് ചേർന്ന് ഈ ഉള്ളിയിലെ വെള്ളവും കൂടെ ഈ ചമ്മന്തിയിലേക്ക് ചേരുമ്പോഴത്തേക്കുമാണ് അതിന് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്പൂൺ കൊണ്ട് ഇളക്കാതെ പരമാവധി കൈ കൊണ്ടാക്കാം. സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇളക്കാം കേട്ടോ. അപ്പോൾ അതേ ചെമ്മീൻ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഉപ്പും മുളകും ഒക്കെ ഉണ്ടോയെന്ന്. നിങ്ങളും എപ്പോഴും ഉണ്ടാക്കി കഴിഞ്ഞിട്ടൊന്ന് നോക്കണം. ഉപ്പും മുളകും ഒക്കെ നിങ്ങളുടെ പാകത്തിനാണോ എന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് എരിവും ഉപ്പും മുളകും ഒക്കെ ചേർക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ചോറിനും അതുപോലെ തന്നെ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചമ്മന്തിയാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾ വീണ്ടും തീർച്ചയായിട്ടും ഉണ്ടാക്കും. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ട്രൈ ചെയ്യണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ.